438 ദിവസം കടലിൽ ഒറ്റപ്പെട്ടുപോയ ഒരാളുടെ യഥാർത്ഥ ജീവിതകഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വർഷം 2012 നവംബർ 17. മെക്സിക്കോയിലെ ചിയാപ്പാസ് എന്ന് പറയുന്ന സ്ഥലത്ത് കടൽ തീരത്ത് ജോസ് ആൽവരിങ്ക എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ബോട്ടിൽ ചില തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. കടലിൽ പോയി മീൻ പിടിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. ദിവസവും കടലിൽ പോയി മീൻ പിടിക്കുന്നത് ആൽവരിങ്കയും ആൽവരിങ്കയുടെ ഒരു സുഹൃത്തുമാണ്. എന്നാൽ അന്നേ ദിവസം താനിന്ന് കടലിലേക്കില്ല എന്ന് ആ ഒരു സുഹൃത്ത് പറയുകയാണ്. എന്നാൽ ആൽവരിങ്ക തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല. തൻ്റെ സുഹൃത്തിന് പകരം മറ്റൊരാളെയും കൊണ്ട് കടലിലേക്ക് പോകുവാൻ ആൽവരിങ്ക തീരുമാനിച്ചു. അപ്പോഴാണ് കടൽ തീരത്ത് സ്ഥിരമായി ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ അയാൾ ശ്രദ്ധിക്കുന്നത്. ഇസക്കേൽ കൊർഡോവ എന്നാണ് അവൻ്റെ പേര്. 22 വയസ്സ് മാത്രമേ അവന് പ്രായമുള്ളൂ. ആൽവരിങ്ക അവനെ തൻ്റെ കൂടെ കടലിലേക്ക് ക്ഷണിച്ചു. കടലിൽ പോയി അത്രയധികം പരിചയമില്ലായിരുന്നു അവന്. എന്നിരുന്നാലും ആൽവരിങ്കയുടെ ക്ഷണം അവൻ സ്വീകരിച്ചു. അങ്ങനെ മെക്സിക്കോയുടെ തീരത്ത് നിന്നും ഒരു ചെറിയ ബോട്ടിൽ അവർ യാത്ര ആരംഭിച്ചു. ബോട്ട് കുറച്ച് ദൂരം പിന്നിട്ടതും അവർ മീൻ പിടിക്കാൻ ആരംഭിച്ചു. വലിയ രീതിയിലുള്ള മത്സ്യങ്ങൾ അന്നവർക്ക് ലഭിച്ചു. അങ്ങനെ മീൻപിടുത്തമൊക്കെ അവസാനിപ്പിച്ച് ബോട്ട് തിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. കടലിൻ്റെ അറ്റത്ത് വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും ഒരു വലിയ കൊടുങ്കാറ്റ് തങ്ങൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. ആൽവരിങ്കക്ക് ആ കാഴ്ച അത്ര ഭീകരമല്ലായിരുന്നു. എന്നാൽ കോർഡോവയുടെ കാര്യം അങ്ങനെയല്ല. അവൻ ഇതൊന്നും കണ്ട് ശീലമില്ലായിരുന്നു. ആൽവരിങ്ക കോർഡോവയെ സമാധാനിപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചോദിച്ച് ബോട്ട് തിരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ബോട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും കടലിൻ്റെ ഗതി തന്നെ മാറിത്തുടങ്ങി. അതിശക്തമായ തിരമാലകൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ ആരംഭിച്ചു. ആ സമയം ബോട്ടിലെ റേഡിയോ കമ്മ്യൂണിക്കേഷനും എഞ്ചിനുമൊക്കെ പൂർണ്ണമായും തകർന്നുപോയി. ഉടനെ തന്നെ അവർ പിടിച്ച മത്സ്യങ്ങളെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ബോട്ടിൻ്റെ ഭാരം കുറച്ച് ബോട്ട് നിയന്ത്രിക്കാനാണ് അവർ അത് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്തിട്ടും അവർക്ക് ബോട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും ബോട്ടിലുണ്ടായിരുന്ന ഐസ് ബോക്സിൽ കയറി. പുറത്തെ ഭീകരാന്തരീക്ഷത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടമായിരുന്നു അത്. അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്കകം കടലൊന്ന് ശാന്തമായി. ആ സമയം അവർക്കൊരു കാര്യം മനസ്സിലായി. തങ്ങളിപ്പോൾ കരയിൽ നിന്നും വളരെയധികം ദൂരത്താണുള്ളത്. എന്നാൽ എവിടെയാണെന്ന് അവർക്കൊരു പിടിയുമില്ല. ബോട്ടിലെ എഞ്ചിനും GPS-ഉം ഒക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. തങ്ങളെ ആരെങ്കിലും രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ ആ ബോട്ടിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ മണിക്കൂറുകൾ അതിവേഗം കടന്നുപോയി. മണിക്കൂറുകൾ ദിവസങ്ങളായി മാറി. ദിവസങ്ങൾ ആഴ്ചകളും. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞതും ബോട്ടിൽ അവർ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിഞ്ഞുപോയി. അതികഠിനമായ വിശപ്പും പസഫിക് സമുദ്രത്തിൻ്റെ പൊള്ളുന്ന ചൂടും അവരെ വേട്ടയാടി. വിശപ്പ് മാറ്റാനായി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് ആൽവരിങ്ക തൻ്റെ കൈകൊണ്ട് മീൻ പിടിക്കാൻ ഒരു ശ്രമം നടത്തുന്നത്. ആദ്യമൊക്കെ അത് പരാജയമാണെങ്കിലും അവസാനം അയാളതിൽ വിജയിച്ചു. അങ്ങനെ ലഭിച്ച മീനുകൾ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി അവർ അത് ഭക്ഷിച്ചു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു പാറ്റേൺ തന്നെ ആൽവരിങ്ക തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ കുടിക്കുവാനുള്ള വെള്ളത്തിനായി എന്തു ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. കടൽ ജലം കുടിക്കാമെന്ന് വെച്ചാൽ എത്രത്തോളം അപകടമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത് കുടിച്ചില്ല. അവസാനം ആൽവരിങ്ക തന്നെ അതിനൊരു മാർഗം കണ്ടെത്തി. പക്ഷെ ആൽവരിങ്കയുടെ ആ ഒരു മാർഗം കൊർഡോവക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കൊർഡോവക്കെന്നല്ല, ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. സ്വന്തം മൂത്രം കടലാമകളുടെ രക്തത്തിൽ കലക്കി കുടിക്കാമെന്നാണ് ആൽവരിങ്ക പറഞ്ഞത്. ആദ്യമൊക്കെ കൊർഡോവ അതിനെ എതിർത്തെങ്കിലും പസഫിക് സമുദ്രത്തിൻ്റെ ആ പൊള്ളുന്ന ചൂടിൽ അവർക്കതല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അവസാനം ജീവൻ നിലനിർത്താനായി അവർ സ്വന്തം മൂത്രം തന്നെ കുടിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം അവർ ഞെട്ടിയുണർന്നു.
അവർക്ക് പരിചയമുള്ള ഒരു ശബ്ദം കേട്ടാണ് അവർ എഴുന്നേറ്റത്. അതെ, മഴ പെയ്യുന്ന ശബ്ദമാണ് അവർ കേട്ടത്. ആ ഒരു മഴ അവർക്ക് വലിയ അനുഗ്രഹമായി മാറി. ദിവസങ്ങളോളം ആമയുടെ രക്തവും മൂത്രവും കുടിച്ച അവർക്ക് ശുദ്ധജലത്തിൻ്റെ ആ ഒരു രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പല മത്സ്യങ്ങളെയും ആമകളെയും ബോട്ടിലേക്ക് വരുന്ന പക്ഷികളെയും അവർ ആഹാരമാക്കി. ഈ സമയം കൊർഡോവ എന്ന ചെറുപ്പക്കാരൻ മാനസികമായും ശാരീരികമായും തകർന്നിരുന്നു. വൈകാതെ തന്നെ അയാൾ രോഗബാധിതനായി. ആൽവരിങ്ക ഭക്ഷണം കഴിക്കാനായി നിർബന്ധിച്ചെങ്കിലും അയാൾ അത് കഴിച്ചില്ല. അവസാനം കൊർഡോവ എന്ന ചെറുപ്പക്കാരൻ മരണത്തിനു മുന്നിൽ കീഴടങ്ങി. കൊർഡോവയുടെ മരണം ആൽവരിങ്കയിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ആൽവരിങ്കക്ക് കടുത്ത ഏകാന്തത അനുഭവപ്പെടാൻ തുടങ്ങി. ഈ സമയം ആത്മഹത്യയെക്കുറിച്ച് പലതവണ ചിന്തിച്ചെങ്കിലും അയാളത് ചെയ്തില്ല. താൻ എന്നെങ്കിലും ഒരു ദിവസം കരയിലെത്തുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആൽവരിങ്ക ഒരു കാഴ്ച കണ്ടു. അങ്ങ് വിദൂരതയിൽ ഒരു വസ്തു നിൽക്കുന്നതാണ് കണ്ടത്. ആൽവരിങ്ക തൻ്റെ ബോട്ടുമായി ആ ഒരു വസ്തുവിന് നേരെ നീങ്ങി. കുറച്ച് ദൂരം തുഴഞ്ഞതും അയാൾക്ക് ആ കാഴ്ച വ്യക്തമായി. അതൊരു ദ്വീപായിരുന്നു. ആൽവരിങ്കക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നമായിരുന്നുവെന്ന് അയാൾക്ക് തോന്നിപ്പോയി. അതെ, 438 ദിവസങ്ങൾക്ക് ശേഷം അവസാനം അയാൾ കരയിലെത്തിയിരിക്കുകയാണ്. അബോൾ അറ്റോൾ എന്ന് പേരുള്ള ഒരു ദ്വീപായിരുന്നു അത്. ദ്വീപിലെത്തിയ ഉടനെ ആൽവരിങ്ക ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം ആൽവരിങ്ക ഒരു വീട് കണ്ടെത്തി. വീട് കണ്ട ഉടനെ തന്നെ ആ വീടിൻ്റെ ഡോറിൽ പോയി ആഞ്ഞുമുട്ടുകയാണ്. ആ വീട്ടുകാർ ആൽവരിങ്കയെ കണ്ടതും ഒരു ഭ്രാന്തനാണെന്ന് വിചാരിച്ച് അയാളെ പോലീസിൽ ഏൽപ്പിച്ചു. പിന്നീട് ആൽവരിങ്ക നടന്ന സംഭവങ്ങളെല്ലാം പോലീസുകാരോട് വിവരിച്ചു. ആൽവരിങ്കയുടെ കഥ കേട്ടതും അവർക്ക് വിശ്വസിക്കാനായില്ല. ശേഷം മെഡിക്കൽ ചെക്കപ്പിനും മറ്റും പോലീസ് അയാളെ വിധേയമാക്കി. മാത്രമല്ല, ആൽവരിങ്ക വന്ന ബോട്ടിൻ്റെ നമ്പർ ഉപയോഗിച്ച് മെക്സിക്കൻ പോലീസുമായി ബന്ധപ്പെട്ടു. അങ്ങനെ അവർ അത് മനസ്സിലാക്കി. മെക്സിക്കോയിൽ നിന്നും അന്ന് മിസ്സിംഗ് ആയ അതേ ബോട്ടിലാണ് ഇയാൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇയാൾ തന്നെയാണ് ജോസ് സാൽവഡോർ ആൽവരിങ്ക.